അന്ന് അപകടങ്ങളെയൊന്നും വകവയ്ക്കാതെ പണിക്കരുടെ അടുത്ത് അവൾ എത്തിയത് കണ്ട് ഞാനും അതിശയിച്ചിരുന്നു. ഈ കുട്ടിയുടെ ആത്മസമർപ്പണം കണ്ട് എനിക്ക് അവളോടൊരു സ്നേഹം തോന്നി തുടങ്ങി. ഇങ്ങനെയൊരു കുട്ടിയെ കുടുംബത്തിലേക്ക് കിട്ടാന്ന് വെച്ചാ അതിന് ഭാഗ്യം ചെയ്യണം. ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വയ്ക്കാൻ തയ്യാറാവുന്ന പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഇങ്ങനൊരു കുട്ടിയെ ഭാര്യയായി കിട്ടിയ അവളുടെ ഭർത്താവും ആ കുടുംബത്തിലുള്ളവരും ഭാഗ്യമുള്ളവരാ. ശരിയായിരുണമേ, ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നതുകൊണ്ടാ അയാൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നേ. ഇവര് ചെയ്യുന്ന പൂജകളാ ഭർത്താവ് നേരിട്ടുകൊണ്ടിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് അയാളെ കരകയറ്റുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇവളെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് മനസ്സ് പറയുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത് പറയൂ പണിക്കരെ, ഞാനത് ചെയ്തോളാം. ആ പെൺകുട്ടിയുടെ 108 പ്രദക്ഷിണങ്ങൾ കഴിഞ്ഞതും ഭഗവതിക്ക് നേദിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാവും അവള് കഴിക്കുക. അവര് കഴിക്കുന്ന നിവേദ്യം അരുണിമ കൊടുക്കുന്നതായിക്കോട്ടെ. അരുണിമയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന പ്രസാദമായിരിക്കും അവൾക്ക് അനുഗ്രഹമാവുന്നത്. ആയിക്കോട്ടെ ഭാർഗവ പണിക്കരെ, ഞാൻ നിവേദ്യം ഇപ്പൊ തന്നെ ഉണ്ടാക്കാം. ചാരു ടീച്ചറേ, ടീച്ചറേ സുഖാണോ ടീച്ചറേ? ഓ, ചെലപ്പൻ ചേട്ടനായിരുന്നോ? എന്താ വിശേഷിച്ച്? പ്രത്യേകിച്ചൊന്നുമില്ല. ടീച്ചർ എന്താ ഈ വഴിക്ക്? ഇവിടെ അടുത്തൊരു വീട്ടില് ഒരു ടീച്ചറെ കാണാൻ വന്നതാ. ഓ, അത് ശരി. ഏതായാലും ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ വീട്ടിലും കൂടി ഒന്ന് കയറിയിട്ട് പോയാ പോരെ? നല്ലൊരു കോഫി ഞാൻ ഉണ്ടാക്കി തരാം. അതൊന്നും വേണ്ട, എനിക്ക് പോണം. അങ്ങനെ പറയരുത്. ടീച്ചർ വന്നാൽ ഞങ്ങളുടെ ചിക്കുവിന് സന്തോഷാവും. എന്റെ ചാരുമീസ് എന്നും പറഞ്ഞ് ചിക്കുവിന് ടീച്ചറിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. ഇവിടം വരെ വന്നിട്ട് വീട്ടിൽ കയറിയില്ലെന്നറിഞ്ഞ അവന് വിഷമാവില്ലേ? അതുകൊണ്ടല്ല ചേട്ടാ. വീട്ടിലിപ്പോ ഞങ്ങളുടെ മേഘക്കുഞ്ഞുമില്ല. കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ആരെ കുറിച്ചും ചിന്തിക്കാൻ ചിക്കുവിന് സമയം കിട്ടില്ല. ഇപ്പൊ മേഘക്കുഞ്ഞ് വീട്ടിലില്ലാത്തോണ്ട് ആകെ ബോറടിച്ച് വല്ലാതിരിക്കുക. ടീച്ചർ ഒന്ന് വീട്ടിലേക്ക് കയറി അവനോടൊരു 2 വാക്ക് പറഞ്ഞിട്ട് പോണം. ചെല്ലപ്പ ചേട്ടൻ ഇപ്പൊ ഏതൊരു പേര് പറഞ്ഞല്ലോ. മേഘക്കുഞ്ഞാണോ? ഈ മേഘക്കുഞ്ഞ് നിങ്ങളുടെ ആരാ? അയ്യോടാ, ചിക്കുവിന്റെ അമ്മയുടെ പേര് ഇത്ര നാളെ കുഞ്ഞിന് അറിയില്ലായിരുന്നോ? ഈ മേഘക്കുഞ്ഞെന്നുള്ളതേ ഞങ്ങളുടെ ചിക്കുവിന്റെ അമ്മയുടെ പേരാ. ചിക്കുയുടെ അമ്മയുടെ പേര് മേഘ എന്നാണോ? അതേ ചാരു ടീച്ചറെ. അന്ന് അർജുന്റെ ഓഫീസ് ഫംഗ്ഷൻ നടക്കുമ്പോ ഒരു മിന്നായം പോലെ ഞാൻ മേഘരേച്ചിയെ കണ്ടതായിരുന്നു. ഇപ്പൊ അർജുന്റെ വീട്ടിൽ മേഘ എന്ന പേരിൽ ഒരാളുണ്ടെന്നാ പറയുന്നത്. എങ്കിൽ ആ മേഘ എന്റെ മേഘരേച്ചി ആയിരിക്കോ? ഒരു പക്ഷെ ഞാൻ ഫംഗ്ഷനിൽ വെച്ച് കണ്ടത് ചേച്ചി തന്നെയാണോ? ചിക്കുവിന്റെ അമ്മയുടെ പേര് മേഘയാണെന്നല്ലേ ചെല്ലപ്പൻ ചേട്ടൻ പറഞ്ഞത്? ആ മേഘ തന്നെയാണോ എന്റെ മേഘരേച്ചി? അപ്പൊ ചിക്കു ചേച്ചിയുടെ മോനാണോ? ടീച്ചർ എന്താ ആലോചിച്ച് നിൽക്കുകയാണല്ലോ. ഒന്നുമില്ല ചെലപ്പൻ ചേട്ടാ. വീട് വരെ ഒന്ന് വന്നിട്ട് പോകാൻ പറഞ്ഞതിന് ഇത്ര ആലോചിക്കേണ്ട കാര്യമുണ്ടോ ടീച്ചറെ? ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ ആ മേഘ ആരാണെന്ന് അറിയാൻ പറ്റും. ശരി, എന്നാ ഞാനും വരാം. എന്നാ നടക്കും. ആ പെൺകുട്ടിയുടെ പൂജയുടെ ഭാഗമായിട്ട് ഭഗവതിക്ക് നിവേദ്യം ഉണ്ടാക്കി സമർപ്പിക്കണം. നിന്റേതായ രീതിയിൽ നീ സഹായിക്കുമ്പോ എന്നെ കൊണ്ടാവുന്നത് ഞാനും ചെയ്യാന്ന് വിചാരിച്ചു. മതിയെന്ന് ഇനി ഞാൻ നോക്കിക്കോളാം. എന്താ ഇത്, പ്രദക്ഷിണം ചെയ്യാൻ നിനക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? 108 തവണ പ്രദക്ഷിണം എന്ന് പറഞ്ഞ കൊച്ചുകാരിയൊന്നുമല്ല.
കുറച്ചു നേരം നടന്നപ്പോഴേക്കും ഞാനാകെ ക്ഷീണിച്ചു പോയി. കുറച്ചു നേരം എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാലോ എന്ന് ആലോചിക്കായിരുന്നു. അവളെ സമ്മതിക്കണം. ആ കുട്ടിക്ക് എങ്ങനെയാണാവോ ഈ കലശങ്ങളും ചുമന്നുകൊണ്ട് ഈ അമ്പലത്തിന് ചുറ്റും ഇത്രയും പ്രാവശ്യം നടക്കാൻ പറ്റുന്നേ? അത്രയ്ക്കും വലിയ എന്ത് ദോഷം അകറ്റാൻ വേണ്ടിയിട്ടാ അവളിങ്ങനെ കഷ്ടപ്പെട്ട് ഇത്രയും വലിയ പൂജ നടത്തുന്നേ? ഇത്തരം പെൺകുട്ടികൾ എല്ലാവരും ഇതുപോലെയായിരിക്കും. ചെറുപ്പത്തിൽ അവർക്ക് അവരുടെ എല്ലാം അച്ഛനും അമ്മയായിരിക്കും. കല്യാണശേഷം ഭർത്താവിന് വേണ്ടി ജീവൻ വരെ കൊടുക്കും. മക്കള് ജനിച്ച ശേഷം പിന്നെ അവരുടെ ജീവിതം മക്കൾക്ക് വേണ്ടിയായിരിക്കും. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഏതറ്റം വരെ പോവാനും എന്തൊക്കെ ചെയ്യാൻ അവര് മടിക്കില്ല. അത് മാത്രമല്ല, ജീവൻ ത്യജിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായ അതിനും മടിയുണ്ടാവില്ല. ആ, ഈ പെൺകുട്ടിയെ കാണുമ്പോൾ അതൊക്കെ സത്യമായിരിക്കും എനിക്കും തോന്നുന്നേ. ഷീസ് റിയലി ഗ്രേറ്റ്. എന്തായാലും ഒത്തിരി ഭാഗ്യം ചെയ്തവനാ ഭർത്താവ്. അവന് വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നേ. അതെ മിഥുൻ, അരുണിമേ, നിങ്ങളെ ഞാൻ കാര്യമില്ലാണ്ട് ബുദ്ധിമുട്ടിക്കുകയാണോ? അയ്യോ, ഇതിലിപ്പോ ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാ? ആ പെൺകുട്ടിയെ സഹായിക്കുന്നത് ഞങ്ങളുടെ ഭാഗ്യമായിട്ടാ കരുതുന്നത്. ഈ വിധത്തിൽ അവളെ സഹായിക്കുമ്പോ ആ ഭഗവതിയുടെ അനുഗ്രഹം ചെറിയ രീതിയിൽ ഞങ്ങൾക്കും കൂടി അനുഭവിക്കാലോ ഭാർഗവ പണിക്കരെ. ഞങ്ങൾക്കിത് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല പണിക്കരെ. വേറെന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട, ഞങ്ങൾ അതിന് തയ്യാറാ. നീയല്ലേ എല്ലാം ചെയ്യേണ്ടത്. മേഘനയുടെ പൂജയുടെ ഓരോ ചൂടിലും നീ അവൾക്ക് തുണയായിട്ട് നിൽക്കണം. ഈ പൂജ പൂർണ്ണമാകും വരെ നീ അവളുടെ അരികിൽ തന്നെ നിൽക്കുകയും വേണം. അതിനല്ലേ ഞാൻ ഇത്രയും പാടുപെടുന്നേ. എന്താ പണിക്കിറങ്ങുന്നത്? എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തന്നോളാം. തൽക്കാലം അവളുടെ കൂടെ നീയും പ്രദക്ഷിണം ചെയ്താൽ മതി. തുടങ്ങി വച്ചത് പകുതി വഴിക്ക് വിടരുത്. ആ, ഞാൻ ചെയ്തോളാം. വയ്യെങ്കിൽ പിന്നെ എന്തിനാ ഇതൊക്കെ എടുത്ത് തലേ വെച്ചത്? മിഥുനേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്കിത് മാത്രമല്ലേ ചെയ്യാൻ പറ്റൂ. ഹലോ, ചോദിച്ചത് കേട്ടില്ലേ? എനിക്ക് എന്റെ ജീവനേക്കാളും വലുതാ മിഥുനേട്ടന്റെ ജീവൻ എന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ ജീവൻ രക്ഷിക്കാൻ എന്റെ ജീവനും ഞാൻ പണയം വെക്കും. പതുക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോവാം. ഗൗരിയമ്മേ, ചിക്കുമോനെ, ഇതാരാ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കണെന്ന് നോക്കിയേ. മോളെ ചാരു, സുഖാണോ മോളെ? എന്തൊക്കെയുണ്ട്? എല്ലാം നല്ല വിശേഷങ്ങളാ. ഹായ് ചാരു മിസ്സേ, ഇതെന്താ മിസ് സർപ്രൈസ് ഒക്കെ തരുന്നേ? ഞാൻ കടയിൽ പോയിട്ട് വരുന്ന വഴിക്ക് ടീച്ചറെ കണ്ടു. എന്നാ ഒന്ന് വീട്ടിൽ കയറിയിട്ട് പോകാന്ന് പറഞ്ഞു. ചെല്ലപ്പാ, ചാരുവിനൊരു നല്ല കാപ്പി ഇട്ടുകൊണ്ട് കൊടുക്ക്. ദൈപ്പ കൊണ്ടുവരാം. ചാരു മിസ്, ഇരിക്ക് ചാരു മിസ്. അവിടെ ഇരിക്കും മോളെ.
ചാരു മിസ്സേ, ആരെ കാണാനാ മിസ് ഇങ്ങനെ എല്ലായിടത്തും നോക്കുന്നേ? അങ്ങനെയൊന്നുമില്ല. നിന്റെ അമ്മ ഇവിടെ ഇല്ലേ? അയ്യോ ഇല്ലല്ലോ മിസ്സേ, അമ്പലത്തിലെങ്ങാണ്ട് പോയേക്ക. ഓ, അമ്പലത്തിൽ പോയതാണോ? നിന്റെ അമ്മയെക്കുറിച്ച് നീ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഞാൻ. ഇന്നേ വരെ ഒരിക്കൽ പോലും കാണാൻ പറ്റിയിട്ടില്ല. ഇന്നെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാ ഇങ്ങോട്ട് വന്നേ. അയ്യോ മിസ്സേ, മിസ്സപ്പ ഇപ്പൊ വരാൻ പാടില്ലായിരുന്നു. അമ്മ അമ്പലത്തിലെങ്ങാണ്ട് ഒരു പൂജ ചെയ്യാൻ പോയേക്ക. എന്നാ പിന്നെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടാവില്ലേ? എന്റെ അമ്മയ്ക്ക് വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല ചാരു മിസ്സേ. എപ്പോ ഫോട്ടോയ്ക്ക് നിക്കാൻ വിളിച്ചാലും മുഖം തെരയില്ല, അറിയോ? അതെന്താ അങ്ങനെ? അതിശയായിരിക്കുന്നല്ലോ. ആർക്കറിയാം മോളെ, ഞങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാ അപ്പ ആള് സ്ഥലം കാലിയാക്കും. രണ്ടൂന്ന് വരെ ഒന്നിച്ചു കണ്ട ആളെ പിന്നെ അവിടെ എങ്ങും കാണില്ല. ആൾക്കാർക്കിടയിലേക്ക് വരില്ല അവള്. അതങ്ങനെ ഒരു സ്വഭാവാ. ഗ്രാനി, അമ്മയുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണല്ലോ. ശരിയാണല്ലോ, റൂമിൽ ചിലപ്പോ ഉണ്ടാവും. മിസ്സേ, മിസ് വാ, റൂമിലുണ്ടോന്ന് നമുക്ക് നോക്കാം. ശരി. സോറി ചാരു മിസ്, അമ്മയുടെ ഒരു ഫോട്ടോ പോലും ഇവിടെ എങ്ങും ഇല്ല. ഇറ്റ്സ് ഓക്കെ ചെക്കു. ആ ചാരു മിസ്സേ, അന്നൊരു ദിവസേ ചക്കി ഇവിടെ വന്ന സമയത്ത് ഞങ്ങളെല്ലാം വീഡിയോ എടുത്തിരുന്നു. അപ്പ അമ്മയും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട അമ്മയെ കാണാൻ പറ്റും മിസ്. എങ്കിൽ ആ വീഡിയോ എവിടെയാണ്? ആ വീഡിയോ എന്റെ അടുത്തില്ല മിസ്സേ, അത് ചക്കിയുടെ അടുത്തുള്ള. ഫോൺ ചെയ്ത് ചോദിക്കാം, നിക്ക മിസ്സേ. ഗ്രാനിയുടെ ഫോൺ ഒന്ന് തരുമോ? ഹലോ, ഹായ് ബ്രോ, ചക്കി, ഞാൻ ചിക്കു സംസാരിക്കുന്നേ. ഹായ് ബ്രോ, ഹൗ ആർ യു? ഐ ആം ഗുഡ് ഓൺലി. പക്ഷെങ്കിലേ ചക്കി, പണ്ടൊരിക്കലും നീ വീട്ടിൽ വന്ന സമയത്ത് നീ വീഡിയോ ഒക്കെ എടുത്തില്ലായിരുന്നോ? ആ വീഡിയോ ഒന്ന് എനിക്ക് അയച്ചു തരാമോ? നീ എന്തിനാ പെട്ടെന്ന് ആ വീഡിയോ ഒക്കെ ചോദിക്കുന്നേ? ഞങ്ങളുടെ വീട്ടിൽ ചാരു മിസ് വന്നിട്ടുണ്ട്. അമ്മയെ കാണണമെന്ന് പറഞ്ഞായിരുന്നേ. അമ്മയുടെ ഒരു ഫോട്ടോ കിട്ടുമോ നോക്കിയിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല ചക്കി. നീ ആ വീഡിയോ ഒന്ന് അയച്ചു തന്നാ ആ വീഡിയോയിലുള്ള എന്റെ അമ്മയെ ചാരു മിസ്സിന് കാണിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. ശരി ചിക്കു, ഞാൻ ഇപ്പൊ തന്നെ അയച്ചു തരാം. ചാരു മിസ്സേ, അന്ന് ചക്കി ഉണ്ടല്ലോ, ആ വീഡിയോ എടുത്ത സമയത്ത് അവളുടെ സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എന്റെ അമ്മ ചക്കിയോടത് പോസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞോ? അതെന്തിനാ? ആർക്കറിയാം, അതൊന്നും എനിക്കറിയില്ല. അച്ചമ്മേ, അച്ചമ്മേ. എടി ചക്കി, എന്താടി നിന്റെ ഒച്ച കേട്ടിട്ട് ചെവിക്കല്ല് പൊട്ടി പോവാണല്ലോ. മഞ്ജിരിയുടെ ചെവിക്കല്ല അങ്ങനെ ഒന്നും പൊട്ടില്ല. ചെവി മുറിച്ചെടുത്താ പോലും പൊട്ടില്ല മഞ്ജിരി. ചുമ്മാ എന്നോട് വഴക്കിന് വരണ്ടാട്ടോ. എന്റെ അച്ഛമ്മ ഇവിടെ പോയതാ. നിന്റെ അച്ഛനും അച്ഛമ്മയും അമ്പലത്തിൽ പോയേക്കോ. ആ ശരി, എന്നാ താഴെ ഹാളില് ഞാൻ വീഡിയോ എടുത്ത ഫോൺ ഇരിപ്പുണ്ട്, അതിങ്ങ എടുത്തോണ്ട് താ. എന്ത്? ഞാൻ എടുത്തോണ്ട് തരണോന്നോ? തരണം, പോയി എടുത്തോണ്ട് വാ. വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഛേ, എന്നെ ഒരു വിലയില്ലല്ലോ ഈ പെണ്ണിന്. എന്തിനാ എന്നെ അങ്ങനെ നോക്കുന്നേ? പെട്ടെന്ന് ചെന്ന് എടുത്തോണ്ട് വാ. ആ, കൊണ്ടുതരാം. ഒച്ച വെക്കണ്ട, മിണ്ടാതിരി അവിടെ.
എന്റെ ഒരു കഷ്ടകാലം നോക്കണേ, കുട്ടിച്ചാത്തനെ സേവിക്കേണ്ടി വന്നു. മുട്ടേന്ന് വിരിഞ്ഞില്ല, മഹാറാണിയാണെന്ന വിചാരം. അവളുടെ ആജ്ഞാനുവർത്തിയായിട്ട് നിൽക്കേണ്ട ഗതികേടാണല്ലോ എനിക്ക്. ഈ ചക്കിയുടെ കയ്യിൽ ഫോൺ കിട്ടിയ ഏത് നേരവും വീഡിയോ എടുക്കലാണല്ലോ പണി. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്ത് വീഡിയോ ആയിരിക്കും എടുത്തിരിക്കുക? ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോ നമ്മുടെ ചിക്കുവിന്റെ വീട്ടിലെ ഹോം ടൂർ ആണ് കാണിക്കാൻ പോകുന്നത്. ദേ ഇതാണ് ഞങ്ങളുടെ ഗ്രാനി. ഗ്രാനി എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. അത് കണ്ടോ, അതാണ് ഞങ്ങളുടെ അർജുൻ അങ്കിൾ. ഇങ്ങോട്ട് വന്നേ അങ്കിൾ. മഞ്ജരി, ഫോൺ എടുത്തോണ്ട് തരുന്നുണ്ടോ? ഇത് എത്ര നേരായി ഞാൻ പറഞ്ഞിട്ട്. ഒന്നിങ്ങോട്ട് ഓടിച്ചാടി വന്നൂടെ? ഒരു പണി പറഞ്ഞാ ചെയ്യില്ല, പക്ഷെ വർത്താനത്തിനാണെങ്കിൽ ഒരു കുറവുമില്ല. എന്റെ അച്ഛന്റെ ബിസിനസ് ലോസ് ആകുന്ന എല്ലാത്തിനും കാരണം മഞ്ജരിയാ. എടി ചക്കി, നിനക്കൊരു പണി തരാനേ എനിക്കൊരു അവസരം കിട്ടും. അതുവരെ ചാടിക്കോ, അന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. നിന്റെ ചിറകരിഞ്ഞ് ഞാൻ താഴെയിടും. വീട്ടില് വൈഫൈ വർക്ക് ചെയ്യുന്നില്ല അല്ലേ? വീഡിയോ പോകുന്നില്ലല്ലോ. ചിക്കു, ചക്കി വീഡിയോ അയച്ചു തന്നോ മോനെ? ഇതുവരെ അയച്ചു തന്നില്ല ചാരുമിസേ. ചിക്കു, നീ മംഗലാപുരത്തേക്ക് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി കാണും? ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ചു നാളാവുന്നുള്ളൂ ചാരുമിസേ. ഞാൻ നമ്മുടെ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തായിരുന്നില്ലേ ചാരുമിസ്? അപ്പോഴാ ഞാൻ വന്നേ. എങ്കിൽ പിന്നെ അതിനു മുമ്പ് എവിടെയാ താമസിച്ചിരുന്നേ? അതിനു മുമ്പ് ഞങ്ങള് ഡൽഹിയിലായിരുന്നു ചാരുമിസ്. അർജുൻ പപ്പായുടെ കമ്പനി നോക്കാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓ, പിന്നെ നിന്റെ അമ്മ എന്താ ചെയ്യുന്നത്? അർജുൻ പപ്പായുടെ ഓഫീസിൽ തന്നെയാ എന്റെ അമ്മയും ജോലി ചെയ്യുന്നത്. അല്ല മോനെ, അർജുൻ മോന്റെ അച്ഛനല്ലേ? നീ അദ്ദേഹത്തെ പപ്പയെന്നല്ലേ വിളിക്കുന്നേ? അയ്യോ എന്റെ മിസ്സേ, അർജുൻ പപ്പ എന്റെ അച്ഛനൊന്നും അല്ല. ഞാനും എന്റെ അമ്മയും അവരുടെ വീട്ടിൽ താമസിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ അർജുൻ അന്ന് ഫാദേഴ്സ് ഡേക്ക് വന്നപ്പോ മോന്റെ അച്ഛന്റെ സ്ഥാനത്തല്ലേ വന്നേ? എനിക്ക് അച്ഛനില്ലല്ലോ മിസ്സേ, അതുകൊണ്ടാ അന്ന് എന്റെ ഫാദറിന്റെ പ്ലേസിൽ അർജുൻ പപ്പ വന്നത്. ചിക്കു, മോൻ വന്നേ, നമുക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ മോന്റെ അമ്മയും അർജുൻ സാറും അവര് രണ്ടുപേരും ഭാര്യയും ഭർത്താവും അല്ലേ മോനെ? എന്റെ പൊന്നു മിസ്സേ, അതല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞേ. അവര് രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല മിസ്സേ. അതെന്താ മോനെ? മോന്റെ അച്ഛൻ എന്താ പറ്റിയേ? അറിഞ്ഞൂടാ, അമ്മ പറഞ്ഞിട്ടില്ല. എന്റെ അമ്മ ഇട്ടേച്ച് പോയെന്ന് മാത്രം അറിയാം. അതുകൊണ്ടാ അച്ഛനെന്ന് പറഞ്ഞാ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, ഒത്തിരി ദേഷ്യ. അപ്പോ മോന്റെ അച്ഛനെ മോൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ അമ്മ എന്നെ കാണിക്കുന്നില്ല മിസ്സേ. കാണിക്കണമെന്ന് ഞാനും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്റെ അച്ഛനെ കാണുന്നത് ഇഷ്ടമില്ല. ചിക്കുടെ അമ്മയുടെ ഈ സ്റ്റോറി ഭയങ്കര മിസ്റ്ററി ആണല്ലോ. പേര് മേഘ, പക്ഷെ അർജുന്റെ ഭാര്യയല്ല. അപ്പോ അവരുടെ ഭർത്താവ് ആരാ? സ്വന്തം അച്ഛൻ ആരാണെന്നുള്ളത് ചിക്കുവിനും അറിയില്ല. ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒന്നും അവന്റെ അമ്മ നിൽക്കുകയില്ല. 4 ആൾക്കാരുടെ ഇടയ്ക്ക് വരത്തുമില്ല.